ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ടീമുകളിൽ ഒന്ന് അത് ഫ്രാൻസ് ആണ്. കളിച്ച എല്ലാ മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കിരീടം ലക്ഷ്യമിടുന്ന ഏതൊരു ടീമിനും എതിരാളിയായിക്കൊണ്ട് വലിയ ഒരു വെല്ലുവിളിയായിക്കൊണ്ട് അവിടെ ഫ്രഞ്ച് പടയുണ്ടാകും. എങ്ങനെ ഫ്രാൻസിന്റെ മുന്നേറ്റ നിരയെ തടയാം എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ടീമുകളും ആലോചിക്കുന്ന ഒരു കാര്യം. ഇതേക്കുറിച്ച് മുൻ അർജന്റീൻ താരവും അതുപോലെ തന്നെ പരിശീലകനുമായ ജോർഹെ ഡി അലസാൻഡ്രോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഫ്രാൻസിനെ തകർത്ത് തരിപ്പണമാക്കാൻ അർജന്റീനയ്ക്ക് സാധിക്കും, അതിനൊരു വഴിയുണ്ട്. അതായത് ഫ്രാൻസിന്റെ മധ്യനിരയിൽ കളി പിടിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ അലസാൻഡ്രോ പറഞ്ഞിട്ടുള്ളത്. മുന്നേറ്റ നിര മാത്രമാണ് അവിടെ ഭീഷണിയുള്ളത്, ഫ്രാൻസിന്റെ മധ്യനിര അത് ദുരന്തമാണ് എന്നൊക്കെയാണ് അലസാൻഡ്രോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഫ്രാൻസ് കളിക്കുന്നത്. 4 മികച്ച മുന്നേറ്റ നിര താരങ്ങൾ അവർക്കുണ്ട്, പക്ഷെ അവരുടെ മധ്യനിര ദുരന്തമാണ്. ചുവാമിനിക്ക് ഇപ്പോൾ പരിക്കേറ്റു, അതുകൊണ്ട് തന്നെ റാബിയോട്ട്, കാൻഡെ എന്നിവരെ അവർ കളിപ്പിക്കേണ്ടി വരും. അത് ടീമിനെ കൂടുതൽ ബാധിക്കുകയാണ് ചെയ്യുക. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലെ അതേ ഘടനയോട് കൂടി തന്നെയാണ് ഫ്രാൻസ് ഇപ്പോഴും കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് അവരെ പൂട്ടാൻ സാധിക്കും. മധ്യനിരയിൽ കളി പിടിക്കുക, എന്നാൽ ഫ്രാൻസിനെ തകർത്ത് തരിപ്പണമാക്കാൻ അർജന്റീനയ്ക്ക് സാധിക്കും. ഇതാണ് മുൻ അർജന്റീൻ താരവും പരിശീലകനുമായ അലസാൻഡ്രോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് സാധിക്കും എന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന കിരീടം നേടിയത്. ഇത്തവണ അർജന്റീനയ്ക്ക് കിരീടം നേടണമെങ്കിൽ ഫ്രാൻസ് ഒരു വെല്ലുവിളിയാവാൻ സാധ്യതയുണ്ട്. രണ്ട് ടീമുകളും കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ അവശേഷിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ആവേശം വിതറുന്ന ഒരു മത്സരമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.